ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് LBSനെ പറ്റിയിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. എന്താണ് LBS? +2 കഴിഞ്ഞിട്ട് LBSൽ രജിസ്റ്റർ ചെയ്യണമല്ലോ. എന്തിനാണ് രജിസ്റ്റർ ചെയ്യണത്? എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യണത്? എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടത്? അതുകൊണ്ട് എന്താ ഉപയോഗം? BSc നഴ്സിംഗ് പഠിക്കണമെങ്കിൽ LBS തന്നെ രജിസ്റ്റർ ചെയ്യണോ? അതോ വേറെ അസോസിയേഷൻ ഉണ്ടോ? കേരളത്തിൽ അഡ്മിഷൻ കിട്ടുമോ? ഒരുപാട് ഡൗട്ട്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരോ വീഡിയോസായിട്ട് നമുക്ക് ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് LBS ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓൾറെഡി റെഡിയാക്കി വെക്കേണ്ട ഡോക്യുമെൻറ്റ്സിനെ പറ്റിയിട്ടാണ് കേട്ടോ. LBS ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് +2 റിസൾട്ട് വന്നതിന് ശേഷമാണ്. അപ്പോൾ അതിന് മുന്നേ ഡേറ്റ് വരുവാണെങ്കിൽ നമുക്ക് അതിന് മുന്നേ കൊടുക്കാം. ഇനി റിസൾട്ട് കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇതുവരെയും ഡേറ്റ് വന്നിട്ടില്ല. ഡേറ്റ് ഫിക്സ് ആവുന്ന സമയത്ത് ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ പോസ്റ്റും ഇട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ടൈം അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് വെച്ചില്ലെങ്കിലും ഇതുപോലെ അപ്ഡേറ്റ്സ് പറയുന്ന ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം അപ്ഡേറ്റ്സ് പലപ്പോഴും പല രീതിയിൽ മാറിയും തിരിഞ്ഞുമൊക്കെ വരും. അത് നിങ്ങൾ കറക്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. ഫസ്റ്റ് ഡോക്യുമെൻറ്റ് നമുക്ക് ഓൾറെഡി വേണ്ടെന്ന് പറയുമ്പോൾ 10ലെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ +2ലെ സർട്ടിഫിക്കറ്റ്, റിസൾട്ട് വന്നതിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ വേണ്ടത് നേറ്റീവ് സർട്ടിഫിക്കറ്റ്. കൂടുതലും LBS പ്രിഫർ ചെയ്യുന്നത് കേരളത്തിൽ തന്നെയുള്ള കുട്ടികളെയാണ്. അപ്പോൾ ഇനി നിങ്ങൾ കേരളത്തിലുള്ള കുട്ടികളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻസ് കേരളത്തിലുള്ളതാണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്കിതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ നേറ്റീവ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ മേടിക്കേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. ഇതെല്ലാം നേരത്തെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ രജിസ്ട്രേഷൻ സമയത്ത് ടെൻഷൻ ഇല്ലാതെ എല്ലാം റെഡിയാക്കി വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ റിസർവേഷൻ ഉള്ള കുറച്ച് കുട്ടികളുണ്ടാകും. ആ റിസർവേഷൻ ഉള്ള കുട്ടികൾ റിസർവേഷൻ ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്തായാലും വാങ്ങി വെച്ചിരിക്കണം. LBS എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് സീറ്റാണ്. അപ്പം ഗവൺമെൻറ് സീറ്റ് ആകുമ്പോൾ അതിൻ്റേതായ റിസർവേഷൻ ഉണ്ടാകും. അതായത് SC ST കാറ്റഗറിക്ക് റിസർവേഷൻ ഉണ്ടാകും, EWS കാറ്റഗറിക്ക് റിസർവേഷൻ ഉണ്ടാകും. പക്ഷേ ജനറൽ OBC കാറ്റഗറിക്ക് റിസർവേഷൻ ഉണ്ടാകില്ല. നിങ്ങളുടെ മാർക്കിൽ വലിയ കട്ട് ഓഫ് ഒന്നും തരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഉള്ള മാർക്ക് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ മൂവ് ഓൺ ആവുന്നത്. കഴിഞ്ഞ വർഷവും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. 10% SC STക്കാണ് റിസർവേഷൻ വരുന്നത്. അത് കഴിഞ്ഞുള്ള 10% EWS, അത് കഴിഞ്ഞ് 30% വരുന്നത് OBCക്കാണ്. OBC മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കാണ് കേട്ടോ വരുന്നത്. സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ 40% റിസർവേഷൻ വരുന്നത്. 10% SC ST കാറ്റഗറിക്കും 30% OBCക്കുമാണ്. EWSന് റിസർവേഷൻ ഇല്ല. അപ്പോൾ ഈ അപ്ഡേറ്റ്സ് ഒക്കെ ചിലപ്പോൾ ഈ വർഷം മാറി വരാം. അങ്ങനെ അപ്ഡേറ്റ്സ് മാറി വരുവാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഇതിനുള്ള റിസർവേഷൻ എന്ന് പറയുന്നത് സ്പോർട്സ് കോട്ടയുണ്ട്, NRA ഉണ്ട്, അതുപോലെ ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസിന് വേണ്ടിയുള്ളത്, അങ്ങനെ എന്തെല്ലാം റിസർവേഷൻ ഉണ്ടോ നിങ്ങൾക്കുള്ള റിസർവേഷൻ നിങ്ങൾക്ക് അറിയാവും. അത് ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് റെഡിയാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. SC ST സർട്ടിഫിക്കറ്റ് നിങ്ങൾ തഹസിൽദാറിൽ നിന്നും വേണം റെഡിയാക്കി വെക്കേണ്ടത്. OBC സ്റ്റുഡൻസ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വേണം റെഡിയാക്കി വെക്കേണ്ടത്. നിങ്ങൾ നീറ്റ് ഓൾറെഡി എഴുതിയിട്ടുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. പക്ഷേ അത് സ്റ്റേറ്റും സെൻട്രൽ രണ്ട് രീതിയിൽ ആ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് നീറ്റിന് വേണ്ടി തന്നത് സെൻട്രലിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ്. പക്ഷെ നമുക്കിപ്പം വേണ്ടത് ആ ഒരു സർട്ടിഫിക്കറ്റ് അല്ല, സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ അത് നിങ്ങൾ തിരുത്തി മാറ്റി മേടിക്കണം. അത് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെ ഇത് പറഞ്ഞ് മാറ്റി മേടിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ. പിന്നെ EWSനും സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് തന്നെയാണ് നിങ്ങൾ വാങ്ങി വെക്കേണ്ടത്. പിന്നെ മൈനോറിറ്റി സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഉണ്ട്, അവരാണെന്നുണ്ടെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കണം. നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെയാണ് റെഡിയാക്കി തരേണ്ടത്. പിന്നെ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ SSLC ബുക്ക്, അതുപോലെ റേഷൻ കാർഡ് എല്ലാം നിങ്ങൾ റെഡിയാക്കി വെക്കുക. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ, ആധാർ കാർഡ്, നിങ്ങളുടെ ഫോട്ടോ, ഇതെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയമാകുമ്പോൾ ഓടി നടക്കേണ്ട ആവശ്യം വരത്തില്ല. ഇതെല്ലാം റെഡിയാക്കി ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇത് ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.